നമ്മളിൽ പലരും അത്ഭുതങ്ങളിൽ വിശ്വസിക്കാറില്ല. പക്ഷേ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുക എന്നതിനേക്കാൾ വലിയൊരു അത്ഭുതം വേറെയുണ്ടോ? കാണാൻ കഴിയുന്ന കണ്ണുകൾ, കേൾക്കാൻ കഴിയുന്ന കാതുകൾ, ശ്വസിക്കാൻ കഴിയുന്ന വായു, നമ്മൾ സൗജന്യമായി അനുഭവിക്കുന്ന ഇതൊക്കെ എത്ര വലിയ കാര്യങ്ങളാണ്. പ്രകൃതി തന്ന ഈ അത്ഭുതങ്ങളെ നമ്മൾ പലപ്പോഴും നിസ്സാരമായി കാണുന്നു. എന്നാൽ ആ അത്ഭുതം തിരിച്ചറിയുന്നതിന് പകരം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ചെറിയ ജീവിതത്തിൽ മണ്ണിൽ വരകൾ വരച്ച് ഇത് എൻ്റേതാണ്, നീ ഇങ്ങോട്ട് വരരുത് എന്ന് പ്രഖ്യാപിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കഥ ഓർമ്മയില്ലേ? നമ്മൾ വരുന്നതിന് മുൻപും ഇവിടെ മനുഷ്യരും ജീവജാലങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ പോയതിനു ശേഷവും കാണും. ആർക്കും ഈ ഭൂമി സ്വന്തമാക്കി വെക്കാൻ കഴിയില്ല. മൊറോക്കോയിൽ നിന്ന് സ്പെയിനിലേക്കോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കോ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടുന്ന മനുഷ്യർ, അവർ വെറുമൊരു അനധികൃത കുടിയേറ്റക്കാർ മാത്രമാണോ? അല്ല, സ്വന്തം ജീവൻ എന്ന വലിയ അത്ഭുതത്തെ നിലനിർത്താൻ ശ്രമിക്കുന്ന വെറുമൊരു മനുഷ്യൻ. അവിടെ നമ്മൾ അതിർത്തികൾ കാണേണ്ടതുണ്ടോ? വ്യത്യസ്ത രാജ്യങ്ങളും സംസ്കാരങ്ങളും ഉണ്ടാകാം. പക്ഷേ ഈ ഭൂമിയിൽ ഏതാനും വർഷങ്ങൾ ജീവിച്ചു തീർക്കാൻ വന്ന വെറും അതിഥികൾ മാത്രമാണ് നമ്മൾ. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, ആരാണ് ശരിക്കും ഈ ഭൂമിയുടെ അവകാശികൾ?